ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി 37-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വചനമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. 22-ാമത്തെ വാക്യം. അവനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശം ആക്കും. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്ന ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ മേൽ വരാൻ പോകുന്നു. നീ ചിലതൊക്കെ കൈവശമാക്കാൻ പോകും. ദീർഘവർഷങ്ങളായി അനുഗ്രഹിക്കപ്പെടുവാൻ കൊതിച്ചിട്ടും അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ചിലരെ ഞാൻ ഇന്ന് ഈ വചനത്തിന്റെ മുമ്പിൽ കാണുകയാണ്. നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യമുണ്ട്, എന്നും എൻ്റെ അവസ്ഥ ഇതുപോലെ ആയിരിക്കുമോ? ഞാൻ അനുഗ്രഹിക്കപ്പെടുമോ? പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, ഈ അവസ്ഥയിൽ ഇനി നിന്നെ മുന്നോട്ട് വിടാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നീ കരഞ്ഞ കരച്ചിലും നീ കഴിച്ച പ്രാർത്ഥനയും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിട്ട് നിനക്ക് ദൈവം നിന്റെ തോളിൽ തട്ടി നിനക്ക് തരുന്ന സന്ദേശമാണ്, നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ പോവുകയാണ്. വളരെ ദീർഘകാലങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി നിന്റെ ശിരസിന്മേൽ വരാൻ പോവുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ആശ്ചര്യ ചിഹ്നമാകത്തക്കവണ്ണം ഈ നാളുകളിൽ നീ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, നീ ചിലതിനെ കൈവശമാക്കും. ഇവിടെ എന്താണ് കൈവശമാക്കുന്നതെന്ന് സങ്കീർത്തനക്കാരൻ സ്തോത്രം വിവരിക്കുന്നുണ്ട്. ഭൂമിയെ കൈവശമാക്കും. അവിടെ ഒരു ആത്മീക സന്ദേശമുണ്ട്. വർഷങ്ങളായി ഭൂമി സംബന്ധമായി കുരുങ്ങിക്കിടക്കുന്നവർ, കൈവശമാക്കാൻ കഴിയാതിരിക്കുന്നവർ, സ്വന്തമായി ഒരു ഭൂമി വാങ്ങാൻ കഴിവില്ലാതിരിക്കുന്നവർ, ഒരിക്കൽ ഇഷ്ടം പോലെ ഭൂമി ഉണ്ടായിട്ട് എല്ലാം നഷ്ടപ്പെട്ട് ഇന്ന് കടക്കടിയിൽ ബന്ധിക്കപ്പെട്ടവർ, നിങ്ങളോടൊക്കെ ദൈവത്തിനുള്ള ഒരു സന്ദേശം പറയാം. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ചിലത് കൈവശമാക്കും. പരിശുദ്ധാത്മാവ് എടുത്തു പറയുക, നീ ഭൂമിയെ കൈവശമാക്കും. ചിലരുടെ അതിരുകൾ വിസ്താരപ്പെടാൻ പോവുകയാണ്. നീ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കുമെന്നാണ് വചനം. നിന്റെ കുറ്റിയെ നീട്ടിയടിക്കുക, നിന്റെ കയറുകളെ നീട്ടിക്കെട്ടുക, നിന്റെ തിരശീലകളെ നിവർത്തുക. കാരണം ദൈവം നിന്നെ അനുഗ്രഹിച്ചിട്ട് നീ ചിലതൊക്കെ കൈവശമാക്കാൻ പോവുകയാണ്. ഈ സന്ദേശത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഭൂമിയെ കൈവശമാക്കുമെന്നുള്ള സന്ദേശം ഞങ്ങൾ സ്വീകരിക്കുക. കർത്താവേ, ചിലതൊക്കെ കൈവശമാക്കുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ ഒക്കെ കൃപ തരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ചിലത് കൈവശമാക്കും. ഗോഡ് ബ്ലെസ് യു.